Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2023-ത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ 2.5 hours ടൈം ആൻഡ് എക്സാം മാർക്സ് 80 ആണ്. അതിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസിൽ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ സെക്കൻഡറി മാർക്കറ്റ്? And second question, what is ADR? What do you mean by private placement? What is dematerialization? What is curb trading? What is gilt-edged securities? What is interbank participation certificate? Write a short note on zero coupon bonds. ഒൻപതാമത്തെ question, define derivatives. പത്താമത്തെ questionൽ what do you mean by online trading? 11ാമത്തെ question, what do you mean by commercial paper market? And 12th, what do you mean by wash sales? 13th, what is repo? 14, what is leasing? 15th question, what do you mean by underwriting? ഇതിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ് പഴയ പോലെ തന്നെ. പക്ഷേ മുന്നേ ചോദിച്ചതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മണി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ് എന്താണെന്നായിരുന്നു ചോദ്യം. ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ചോദിച്ചു, GDR ചോദിച്ചു, ഇപ്പോൾ ADR ചോദിച്ചിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റും ഡീമെറ്റലൈസേഷനും ഒക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഡെറിവേറ്റീവ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വാഷ് സെയിൽസ് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് കൊമേഴ്ഷ്യൽ പേപ്പർ മാർക്കറ്റ്, അണ്ടർ റൈറ്റിംഗ്, ഇതൊക്കെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ റെഗുലേറ്ററി ഫങ്ഷൻസ് ഓഫ് സെബി ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ NSDL ആണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. 18ാമത്തെ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്? ഡെറിവേറ്റീവിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സെബിയുടെ റെഗുലേഷൻ, ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ മുകളിൽ സെബിയുടെ റെഗുലേഷൻ എന്താണെന്നുള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്? പുതിയ ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് അബൌട്ട് ദ RBI റെഗുലേഷൻ ഓൺ മണി മാർക്കറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ഉള്ള പോലെ ഒന്നും പറയാനില്ല. എങ്കിലും ആ പോയിന്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എഴുതി വെക്കാനേ പറയാനുള്ളൂ. എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഡെപ്പോസിറ്ററീസ് ഇൻ ഇന്ത്യ. 25ാമത്തേൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. ആൻഡ് ഇത് എസ് എ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തതാണ്. ആൻഡ് 26ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് കാറ്റഗറീസ് ഓഫ് DFIs ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്കസ് അബൌട്ട് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്രോസസ് ഓഫ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം വന്ന എസ് എ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻസും ലിസ്റ്റിങ്ങിലെ പ്രോസസ്സും മാത്രമാണ് ഡയറക്റ്റായിട്ട് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത് കുറച്ച് ടഫ് പേപ്പർ തന്നെയാണ്. എന്ത് ചോദിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താലും ചിലപ്പോൾ ടെക്സ്റ്റിലുള്ള അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നോളം എന്നുമില്ല. അപ്പോൾ അത് കുറേയൊക്കെ ആലോചിച്ച് നമ്മൾ എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് മാക്സിമം എഴുതാമെന്നുള്ളതുള്ളൂ. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ളതാണ്. ചാപ്റ്റർ 6 തന്നെയാണ് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ആർ ഓൾസോ റെഫർഡ് ആസ് സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സെക്യൂരിറ്റീസ് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് ഉണ്ട്. അതിനുശേഷം ഒരിക്കൽ ഇഷ്യൂ ചെയ്ത ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് നമ്മൾ അതിലേക്ക് ഇറക്കുന്നതാണ്, സെക്കൻഡറി മാർക്കറ്റിലേക്കാണ് ഇറക്കുന്നത്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ഡീൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്താണ്, ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇക്വിറ്റി ആൻഡ് ഡെറ്റ് സെക്യൂരിറ്റീസ്, ഏതെങ്കിലും കോർപ്പറേറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിൻ്റെയോ ഓൾറെഡി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇക്വിറ്റി ആൻഡ് ഡെറ്റ് സെക്യൂരിറ്റീസിനെ സെയിലും പർച്ചേസ് നടത്തുന്ന പ്ലേസ് ആണ് സെക്യൂരിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്യൂരിറ്റി ഡെൽറ്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് ഏതൊക്കെ വരിക? ഗവൺമെൻറ് സെക്യൂരിറ്റി, സെമി ഗവൺമെൻറ്, അതർ പബ്ലിക് ബോഡീസ്, പബ്ലിക് ഇഷ്യൂ ഡൺ ബൈ കമ്പനീസ്. ഇതിൻ്റെയൊക്കെയാണ് അവിടെ സെയിൽസും പർച്ചേസും നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ADR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റിനെയാണ് ADR എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാനുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് GDR എന്നായിരുന്നു, അതായത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റാണ്. ഇവിടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് ആണ്, വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് അലൗസ് US ഇൻവെസ്റ്റേഴ്സ്, US-ലുള്ള ഇൻവെസ്റ്റേഴ്സിനെ അലൗ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആണിത്. ബൈ ആൻഡ് സെൽ ഷെയർസ് ഓഫ് ഫോറിൻ കമ്പനീസ് ഓൺ US സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. US-ലെ
ആളുകൾക്ക് ഇൻവെസ്റ്റേഴ്സിന് US എക്സ്ചേഞ്ച് വഴി മറ്റുള്ള രാജ്യങ്ങളുടേതായിട്ടുള്ള സെക്യൂരിറ്റീസ് വിൽക്കാനും വാങ്ങാനും വേണ്ട സംവിധാനത്തെയാണ് ADR എന്ന് പറയുന്നത്. അപ്പോൾ ADR ഇഷ്യൂ ചെയ്യുന്ന നോർമലി ആരായിരിക്കും? US ബാങ്കുകളായിരിക്കും. റെപ്രസെൻ്റ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി സ്റ്റോക്ക്. അതായത് ഏതെങ്കിലും ഒരു ഫോറിൻ കമ്പനിയുടെ സ്റ്റോക്സ് ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ടായിരിക്കും. അതാണ് US ബാങ്കുകാർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും വേണ്ട സൗകര്യം ADRലൂടെ നടത്തി കൊടുക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നില്ല. നമുക്ക് അങ്ങനെ സമയം വല്ലാണ്ട് പറയാനില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസും കാണുക എന്നുള്ളതാണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 86 ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ആ ടോപ്പിക്ക് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഡീമെറ്റീരിയലൈസേഷൻ ആണ്. ഡീമെറ്റീരിയലൈസേഷനും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. പേജ് നമ്പർ 126 ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിനെ കൺവേർട്ട് ചെയ്യുക, ഇക്വലന്റ് നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. തുല്യമായിട്ട് നമുക്ക് എന്താണോ ഫിസിക്കലി കിട്ടുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണിക് ഫോമാറ്റിലേക്ക് മാറ്റുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഡീമെറ്റലൈസ് ചെയ്യാം. എപ്പോൾ? ഓൺലി ദോ സർട്ടിഫിക്കറ്റ്സ് ദാറ്റ് ആർ ഓൾറെഡി രജിസ്റ്റേർഡ് ഇൻ ഹിസ് നെയിം. അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയോ അതേപോലെ തന്നെ ഏതെങ്കിലും ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഡീമെറ്റലൈസേഷൻ അറ്റ് NSDL ഉള്ള ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നമ്മുടെ കൈവശമെങ്കിൽ മാത്രം ഡീമെറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന 5ാമത്തെ പോയിന്റ് എന്താണ്? കേർബ് ട്രേഡിംഗ് എന്നാണ്. അപ്പോൾ കേർബ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രേഡിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് കേർബ് ട്രേഡിംഗ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ഓഫ് ജനറൽ മാർക്കറ്റ് ഓപ്പറേഷൻ ഓർ ആഫ്റ്റർ ദ ഒഫീഷ്യൽ എക്സ്ചേഞ്ച് ഹാവ് ക്ലോസ്ഡ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ജനറൽ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പുറത്ത് നടക്കുന്ന ട്രേഡിംഗ് ആണത്. അല്ലെങ്കിൽ നിലവിലുള്ള ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്തതിന് ശേഷം നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് കേർബ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ്ങിന് ഒപ്പോസ്ഡ് ആണ്, എതിരാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ജനറൽ മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള ട്രേഡിങ്ങിനെയാണ് കേർബ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്നാണ് 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പേജ് നമ്പർ 47 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 47 അതായത് 3rd ചാപ്റ്ററിലാണ്. 3rd ചാപ്റ്റർ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പേജ് നമ്പർ 47 പറയുന്നുണ്ട് എന്താണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസിനാണ് ഈ ഒരു പേരിൽ പറയുന്നത്. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി പറയുക. ആൻഡ് ഇതിൽ കംപ്രൈസ് ചെയ്യുന്ന ഡേറ്റഡ് സെക്യൂരിറ്റീസ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആയിരിക്കും ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടാവുക. ഇതിൻ്റെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്താണെന്നുള്ള കൃത്യമായിട്ട് ആ സെക്യൂരിറ്റിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നത് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് ദർ ആർ ഡേറ്റഡ് സെക്യൂരിറ്റീസ് വിത്ത് എ ടെനർ അപ് ടു 20 ഇയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ഇന്ന് നിലവിൽ 20 വർഷം വരേക്ക് കാലാവധിയുള്ള ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സെക്യൂരിറ്റീസ് എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെമി ഗവൺമെൻറ് അതോറിറ്റീസോ സിറ്റി കോർപ്പറേഷൻസോ പോർട്ട് ട്രസ്റ്റുകളോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റുകളോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളാണ് ഇതിൽ സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണി മാർക്കറ്റ് പഠിക്കുന്ന സമയത്ത് മണി മാർക്കറ്റിൽ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പേജ് നമ്പർ 27 മണി മാർക്കറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് പറയുന്നത്.
ഇത് ലോണുകളാണ്, ബാങ്കുകൾ തമ്മിലുള്ള ലോണുകളെയാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കോൾ മണി മാർക്കറ്റ് പോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 14 ദിവസമാണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഈ 14 മുതൽ 90 ദിവസം വരെ ആയിരിക്കും. ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയും കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ലോണ് എടുക്കാമെന്നുള്ള. പക്ഷെ ബാങ്കുകൾ തമ്മിലുള്ള ലോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ദ ലെൻഡേഴ്സ് കനോട്ട് റിക്കോൾ ദീസ് ലോൺസ് ബാക്ക് ബിഫോർ മെച്യൂരിറ്റി. അപ്പോൾ ഏത് ഡേറ്റിനാണോ 14 to 90 ഡേയ്സ് ഉള്ളതിൽ എത്രയാണോ മെച്യൂരിറ്റി പീരീഡ് അതിന് മുന്നേ ഒരിക്കലും ലെൻഡ് ചെയ്ത ആൾ, അതായത് ആരാണോ കൊടുത്തിരിക്കുന്നത് അവരൊരിക്കലും തിരിച്ച് വേണമെന്ന് പറഞ്ഞ് വിളിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ DFHA ആണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അറേഞ്ച് ചെയ്യുന്നതും ലെൻഡ് ചെയ്യണം, ബോറോ ചെയ്യണമൊക്കെ ഷോർട്ട് ടേം ഫണ്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യണത് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ DFHI പറയുമ്പോൾ ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യയാണ് ഇത് മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സീറോ കൂപ്പൺ ബോണ്ട് എന്താണെന്നുള്ളതാണ്. അപ്പം ബോണ്ടുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ തന്നെ സീറോ കൂപ്പൺ ബോണ്ട് ഒരു ടൈപ്പ് ബോണ്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന ഡസ് നോട്ട് പേ ഇൻട്രസ്റ്റ്. സീറോ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരിക്കലും അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതില്ല. ബട്ട് ഇൻസ്റ്റഡ് ഈസ് പർച്ചേസ്ഡ് അറ്റ് ഡിസ്കൗണ്ട് ടു ഈസ് ഫേസ് വാല്യൂ. പക്ഷെ എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂ എന്താണോ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിന് ഡിസ്കൗണ്ടിനായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. ആ ഒരു ബോണ്ടിൻ്റെ കാലപരിധി ആവുന്ന സമയത്ത് ദ ഇൻവെസ്റ്റർ റിസീവ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ബോണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എന്താ കിട്ടുക, അതിൻ്റെ ഫേസ് വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു ഫേസ് വാല്യൂ ഉള്ളതിൽ നിന്ന് നമ്മൾ എത്ര രൂപ കുറച്ചിട്ടാണോ വാങ്ങിയത് എന്നതിന് ശേഷം ബോണ്ട് മെച്യൂർ ആവുമ്പം നമുക്ക് ആക്ച്വൽ ഫേസ് വാല്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ രണ്ട് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസിലൂടെയാണ് ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സപ്പോസ് ഒരു ഡിബെഞ്ചറിൻ്റെ വില 10 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ 8 രൂപയ്ക്കാണ് അത് വാങ്ങുക, ഡിസ്കൗണ്ടിനാണ് അത് കിട്ടുക. ഇനി വിൽക്കുന്ന സമയത്ത് നമുക്കത് 10 രൂപയിൽ കിട്ടുമ്പോൾ ആ 8ഉം 10ഉം തമ്മിൽ ഡിഫറൻസ് 2 രൂപയാണ് അവിടെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ലാസ്റ്റ് ചാപ്റ്റർ 142 ആണ് പേജ് നമ്പർ വരുന്നത്. ഡെറിവേറ്റീവ് അതായത് ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതിലൂടെ ഒരു വാല്യൂ ഡിറൈവ് ചെയ്ത് കിട്ടുകയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, മുന്നത്തെ 2 വീഡിയോസ് കാണുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാത്തത്. അതുകൊണ്ടാണ് നിങ്ങളിൽ ടെക്സ്റ്റുള്ള ആളുകൾക്ക് ചാപ്റ്ററും പേജ് നമ്പറും ഒക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്രാധാന്യമുള്ള ക്വസ്റ്റ്യനാണെന്ന് വിചാരിച്ചുകൊണ്ട് അത് നിങ്ങൾ എന്തായാലും പഠിക്കുക. ആൻഡ് 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഓൺലൈൻ ട്രേഡിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 108 വന്നിരിക്കുന്നത്. നമ്മുടെ ചാപ്റ്റർ സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിലാണ് ഓൺലൈൻ ട്രേഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റി ത്രൂ ദ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഓൺലൈൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്രോക്കേഴ്സിൻ്റെ സൈറ്റിൽ കയറിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ക്ലയൻസ് അവരവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് കറക്റ്റ് സമയത്ത് ആ ബ്രോക്കേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ആ ഓർഡറിനെ എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, എക്സ്ചേഞ്ചിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നുണ്ടാവുക. ഇതിനാണ് ഓൺലൈൻ സെക്യൂരിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് കൊമേഴ്ഷ്യൽ പേപ്പർ മാർക്കറ്റ് ആണ്. അപ്പോൾ പേജ് നമ്പർ 33 കൊമേഴ്ഷ്യൽ പേപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞ പോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് എ പ്രോമിസറി നോട്ട്. ഒരു പ്രോമിസറി നോട്ടിനെ പോലെ ഇഷ്യൂ ചെയ്യുകയും ഒരു സെക്യൂരിറ്റിയും വാങ്ങാതെ തന്നെ കൊടുക്കുന്നതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1990 അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് യൂസ് ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിന് എന്താണ്, വിത്ത് ഫിക്സഡ് മെച്യൂരിറ്റി ഇഷ്യൂഡ് മോസ്റ്റ്ലി ബൈ ദ ലീഡിംഗ് നാഷണലി റെപ്യൂട്ടഡ് ക്രെഡിറ്റ് വർത്തി ആൻഡ് ഹൈലി റേറ്റഡ് ലാർജ് കോർപ്പറേഷൻസ്. ആരാണ് ഇത് ഇഷ്യൂ ചെയ്യുക? ഇതൊരു ഷോർട്ട് ടേമിലേക്ക് യൂസ് ചെയ്യാനുള്ള പ്രോമിസറി നോട്ട് പോലെ, എന്നാൽ അതിൻ്റെ ഒപ്പം കൃത്യമായിട്ടൊരു മെച്യൂരിറ്റി ഡേറ്റും അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല ലീഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനികൾ,
അല്ലെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള കമ്പനീസ്, വളരെ ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ളത്, ഹൈലി റേറ്റ് ചെയ്ത കോർപ്പറേഷൻസ്, അവരൊക്കെയാണ് ഇത് ഇഷ്യൂ ചെയ്യുക. ഇതൊരു അൺസെക്യൂർഡ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ആകെ ബാക്ക് ചെയ്യുന്നത് അതിൻ്റെ റെപ്യൂട്ടേഷനും ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങും, ഏതാണോ ഇഷ്യൂയിങ് കമ്പനി അവരുടെ റെപ്യൂട്ടേഷനും ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങിനും ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ പേപ്പർ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ വാഷ് സെയിൽസ് ആണ്. നമ്മുടെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ വീഡിയോസ് കാണുകയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 13ാമത്തെ ക്വസ്റ്റ്യൻ റിപ്പോ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. റീപർച്ചേസ് അഗ്രിമെൻറ്റിനെയാണ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ 36 ആണ്. സെയിം ചാപ്റ്ററിൻ്റെ മണി മാർക്കറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മണി മാർക്കറ്റ് എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പാർട്ടീസ് തമ്മിൽ അഗ്രി ചെയ്യാണ്, സെല്ല് ചെയ്യാം അല്ലെങ്കിൽ അത് റീപർച്ചേസ്. നമ്മൾ ഒരിക്കൽ സെല്ല് ചെയ്ത് ആ സെക്യൂരിറ്റീനെ നമ്മൾ തന്നെ വീണ്ടും റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ള അഗ്രിമെൻ്റ് ആണ് പറയുന്നത്. ഇവിടെ സെല്ലർ ഒരു സ്പെസിഫൈഡ് സെക്യൂരിറ്റി അഗ്രിമെൻ്റ് പ്രകാരം ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ പ്രൈസിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ സെല്ല് ചെയ്ത സാധനത്തെ റീപർച്ചേസ് ചെയ്യാം എന്ന് പറയുന്ന അഗ്രിമെൻ്റ് ആണ്. ഇനി ഇവിടെ നേരത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. നമ്മൾ ഇന്റർ ബാങ്ക് പേപ്പറിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പേജ് നമ്പർ 27 ഇന്റർ ബാങ്ക് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അത് ഒന്നുകൂടി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പേജ് നമ്പർ 36 പറയുന്നുണ്ട്. ഇതൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് 77 ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എക്സസ് സർപ്ലസ് ഫണ്ട് വിത്ത് ബാങ്കിങ് സിസ്റ്റം. അതായത് ഇഷ്യൂയിങ് ബാങ്ക് ഈസ് റിക്വയർഡ് ടു റീപേ ദ എമൗണ്ട് ഓഫ് ദ സർട്ടിഫിക്കറ്റ് ഓൺ ദ ഡ്യൂ ഡേറ്റ് ടു ദ പർച്ചേസർ ഓഫ് PC. ആരാണോ അത് പർച്ചേസ് ചെയ്യുന്നത് അവരുടെ ആ ഡ്യൂ ഡേറ്റ് കൃത്യമായിട്ടും ആ ഒരു എമൗണ്ട് ഇഷ്യൂയിങ് ബാങ്ക് റീപേ ചെയ്യണം, ആ എമൗണ്ട്, എന്നിട്ടാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമാണ് പ്രൊവൈഡിങ് അഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഈവനിങ് ഔട്ട് ഷോർട്ട് ടേം ലിക്വിഡിറ്റി വിത്തിൻ ദ ബാങ്കിങ് സിസ്റ്റം. 2 ബാങ്കുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഷോർട്ടേജ്, പൈസയുമായി ബന്ധപ്പെട്ട് വല്ല പ്രശ്നം വരികയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റിനാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് വാട്ട് ഈസ് ലീസിങ് എന്ന് പറയുന്നത്. ലീസിങ് നമ്മൾ സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട് എന്താണ് ലീസിങ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ലെസ്സി ഒബ്റ്റെയിൻസ് യൂസ് ഓഫ് അസറ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ലീഗലി ഓണിങ് ഇറ്റ്. നിയമപ്രകാരം നമ്മൾ ഒരു അസറ്റ് വാങ്ങാതെ തന്നെ കുറച്ച് വർഷത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അഗ്രിമെൻ്റ് കിട്ടുകയാണ്. ഇതിനാണ് ലീസിങ് എന്ന് പറയുന്നത്. ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാണോ ഉപയോഗിക്കുന്നത്, ലെസ്സർ പറഞ്ഞാൽ ആരാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവർ അതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. ലെസ്സിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ഉപയോഗിക്കുന്ന അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ഒക്കെ നടത്താനുള്ള അധികാരം മാത്രമാണ് ഉള്ളത്. ഓണർഷിപ്പ് എപ്പോഴും ലെസ്സറുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ലീസ് പീരീഡ് കഴിയുന്നവരേക്കും ഓണർഷിപ്പ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ഓണറുടെ അടുത്ത് തന്നെയായിരിക്കും. പക്ഷേ അതൊരു സ്വന്തം അസറ്റ് പോലെ ഉപയോഗിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പയർ ചെയ്യാനുള്ള ഒരു അധികാരം അവിടെ ലെസ്സിക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഫിനാൻഷ്യൽ ലീസിങ്ങിൽ നമ്മളിവിടെ ഇപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് പഠിക്കുന്നതുകൊണ്ട് ഫിനാൻഷ്യലിൽ ഹൈ വാല്യൂസ് ഉള്ള ലൈക്ക് മെഷീനറി, വെഹിക്കിൾ, എക്യുപ്മെൻറ്റ്സ്, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ബിസിനസ്സുകാരനും ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ ഫുൾ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനത്തിനെയാണ് ലീസിങ് എന്ന് പറയുന്നത്. ആൻഡ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ റൈറ്റിംഗ് ഒക്കെ നമ്മൾ എപ്പോഴോ പഠിച്ചു തുടങ്ങുന്ന ഒരു ടേമാണ്. പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിലൊക്കെ, അതായത് ഓരോ കമ്പനികളിലും ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യും. പക്ഷെ നമ്മൾ ഓഫർ ചെയ്ത എല്ലാ കാര്യങ്ങളും പബ്ലിക് പർച്ചേസ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പബ്ലിക് പർച്ചേസ് ചെയ്യാത്ത ബാലൻസ് ഉള്ള ഷെയർസിനെ ഏറ്റെടുക്കുന്നത് നോർമലി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളായിരിക്കും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ആണ് അണ്ടർ റൈറ്റ് ചെയ്യണത്. പുതിയതായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയർസ്, ബോണ്ട്, അതിനൊക്കെ ഡിറ്റർമിൻ ദെയർ റിസ്ക് അഡ്ജസ്റ്റഡ് വാല്യൂ, റിസ്ക്കും കൂടി കണക്കാക്കിയിട്ടുള്ള അഡ്ജസ്റ്റഡ് വാല്യൂവിൽ ഡിറ്റർമിൻ ചെയ്യും. അണ്ടർ റൈറ്റർ ഒരു മിഡിൽമാനെ പോലെ വർക്ക് ചെയ്യണം ക്ലയൻറ്റിന് ആൻഡ് പബ്ലിക്കിൻ്റെ ഇടയിലും. പ്രൊമോട്ടിങ് ദ സെക്യൂരിറ്റീസ് ടു ഇൻവെസ്റ്റേഴ്സിനെ സെക്യൂരിറ്റീസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു മീഡിയേറ്ററെ പോലെ വർക്ക് ചെയ്യാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ചെയ്യുന്നത്. അണ്ടർ റൈറ്റേഴ്സ് വർക്ക് ഫോർ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ. അവർ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്.
മോർഗേജ് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ്, ലോൺ, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ സ്പെഷ്യലൈസ്ഡ് നോളജ് യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് അവരുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ ഡിസിഷൻ എടുക്കും. ആൻഡ് അത് ഇൻഷുർഡ് ആയാലും അല്ലെങ്കിൽ ബോറോവർ ആയാലും അവർക്കൊക്കെയുള്ള ഒരു ബെനിഫിറ്റും കൂടി കിട്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ പോയിന്റിൽ ചോദിച്ചിരിക്കുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് സെബി. പേജ് നമ്പർ 133 എന്താണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. സെബിയുടെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അതല്ലെങ്കിൽ എന്തെങ്കിലും റോളുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് ഏതെങ്കിലും 2-3 കൊടുക്കാം. 2 മാർക്കിന് വന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടുള്ളൂ. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നോട്ട്, NSDL കുറിച്ചൊരു നോട്ട് എഴുതാനാണ്. അപ്പോൾ പേജ് നമ്പർ 118 NSDL കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം എന്താണ് NSDL, എപ്പോൾ ഫോം ചെയ്തു, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഡീമെറിറ്റ്സ്. NSDL കുറിച്ചൊക്കെ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ചും, അതായത് ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വന്നൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണത് പേജ് നമ്പർ 119 അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഒന്ന് പഠിച്ചു വയ്ക്കുക. അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. NSDLൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് ചോദിച്ചാലും ഒക്കെ എഴുതേണ്ടത് ഇതേ പോയിന്റുകളാണ്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. 143 പേജ് നമ്പർ. പേജ് നമ്പർ 143. എന്താണ് ഡെറിവേറ്റീവിൻ്റെ ഫീച്ചേഴ്സ്? അവിടെ കൃത്യമായിട്ട് ഒരു ഡെറിവേറ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. 2 പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു പാർട്ടി റിസീവ് ചെയ്യും, മറ്റേ പാർട്ടി ക്ലെയിം മേക്ക് ചെയ്യും. അണ്ടർലൈ ചെയ്യുന്ന അസറ്റിൻ്റെ മുകളിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് സെക്യൂരിറ്റീനെ കാണിച്ചുകൊണ്ടാണോ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാല്യൂ, അതിൻ്റെ ബേസിലായിരിക്കും അതിൻ്റെ വാല്യൂ കണക്കാക്കുക. അസറ്റ് എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് റെസ്പെക്റ്റീവ് ലയബിലിറ്റി ഷുഡ് ബി മെറ്റ് ബൈ അതർ പാർട്ടി. മറ്റേ പാർട്ടി ആയിരിക്കും അതിൻ്റെ മുകളിൽ വരുന്ന എല്ലാ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. ഡെറിവേറ്റീവ്സിനെ പറയുന്നത് ഡെഫേർഡ് ഡെലിവറി ഓർ ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ സെബിയുടെ റെഗുലേഷൻ ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്. അപ്പോൾ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പുറമേക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാതെ തന്നെ ഉള്ളിൽ ട്രേഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അത് സെബിയുടെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർബ് ട്രേഡിങ്ങും അതേപോലെ തന്നെ ഇൻസൈഡർ ട്രേഡിങ്ങും ഒക്കെ ശരിക്കും അതിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇൻസൈഡർ ട്രേഡിങ്ങിന് എഗെയിൻസ്റ്റ് ആണ്. എന്താ ഇൻസൈഡർ ട്രേഡിങ്, എന്താണ് സെബി, അതേപോലെ തന്നെ സെബി ഫോം ചെയ്യാനുള്ള കാര്യം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സോ അതൊക്കെ ഒന്ന് അവിടെ നോട്ട് ചെയ്ത് കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയി ഡയറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആണ്. പേജ് നമ്പർ 81 ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് രണ്ടാണെങ്കിലും ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒറിജിനേഷനും പ്രൊപ്പഗേഷനും അണ്ടർ റൈറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനിൽ. 21 ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഡിഫറൻസും നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് അണ്ടർ റൈറ്റിംഗ്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആണ്. അവിടെ അണ്ടർ റൈറ്റർ അഗ്രി ചെയ്യുകയാണ്, ടേക്ക് ഓവർ ചെയ്തോളാം ഷെയർസ്, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഷെയർസ് നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന എഗ്രിമെൻ്റാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെയ്തു തരുന്ന ഈ സർവീസിന് അവർ ഒരു കമ്മീഷൻ ഈടാക്കും. അതിനാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്
ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് പേജ് നമ്പർ 133 സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അത് കൃത്യമായി തന്നെ ഇവിടെ സെബിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഫംഗ്ഷൻ ഇവിടെ ഒരു 17 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു 6-7 പോയിന്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 10 പോയിന്റ് വരേക്കും അവിടെ എഴുതുക. നിർബന്ധമായിട്ടും ഈ സെബിയിലത്തെ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. പവേഴ്സ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പ്രാവശ്യം ഫങ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മണി മാർക്കറ്റിന് കൊടുക്കുന്ന റെഗുലേഷൻ എന്തൊക്കെയാണ്? പേജ് നമ്പർ 40 പറഞ്ഞിരിക്കുന്നത് മണി മാർക്കറ്റ് റെഗുലേഷൻസ്. അപ്പോൾ ഇതിലങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം മണി മാർക്കറ്റ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഒരു ജസ്റ്റ് റോളോ ഒബ്ജക്റ്റീവ്സോ കൊടുക്കുക. മണി മാർക്കറ്റ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് 3 തരത്തിലാണ്: ഓർഗനൈസ്ഡ് ആയിട്ടും അൺഓർഗനൈസ്ഡ് ആയിട്ടും സബ് മാർക്കറ്റുകളൊക്കെ ആയിട്ട് ഇന്ത്യൻ മണി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതേപോലെ തന്നെ അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് എന്താണെന്നുള്ളതും സബ് ആയിട്ടുള്ള മാർക്കറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതിയാവും. റിസർവ് ബാങ്കിൻ്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. മണി മാർക്കറ്റ് പേജ് നമ്പർ 21 ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, മെയിൻ ഫംഗ്ഷൻ എന്താണ്, മെയിൻറ്റെയിൻ മോണിറ്ററി സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ സ്റ്റേബിൾ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഇപ്പം നമുക്ക് പോയിന്റുകൾ RBIയുടെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള ലെവലിൽ നമുക്കവിടെ പറയാൻ പറ്റും. ഒരു ഇഷ്യൂയിങ് അതോറിറ്റി ആയിട്ടും ബാങ്കറായിട്ടും ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ടും ഏജൻ്റായിട്ടും അതേപോലെ തന്നെ മണി മാർക്കറ്റിനെ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഗുലേഷൻ വേണമെങ്കിൽ ഇതൊക്കെ പറയാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, റീഫിനാൻസ്, ക്യാഷ് റിസർവ് റേഷ്യോ, റിപ്പോ റേറ്റ്, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം ഒരു 5 മാർക്കിന് കിട്ടുന്ന പോലെ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് അപ്പോൾ RBIയുടെ റെഗുലേഷൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ ശരിക്കും എഴുതേണ്ട ഒരു പോയിന്റിലേക്ക് വരുന്നത് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സുള്ള ഈ ആക്ടിവിറ്റീസ് തന്നെയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ചോദിച്ചാൽ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ്സ്. അപ്പോൾ നമുക്ക് ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. പകരം നമുക്ക് NSDL ആണ് ഒരു ഡെപ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റുകൾ മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഡെപ്പോസിറ്ററി സിസ്റ്റം എന്താണെന്ന് എഴുതുക. എന്നിട്ട് NSDLനെ കുറിച്ചൊന്നും പറയണ്ട, ജസ്റ്റ് ഈ ഒരു സിസ്റ്റം നിലവിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. ഇത് NSDLയുടെ ബെനിഫിറ്റ് ആണ്, പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഡെപ്പോസിറ്ററിയുടെയും ബെനിഫിറ്റ് ആയിട്ട് ഒരു 10 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് പഠിച്ചോളൂ. NSDLനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ CDSLനൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഏതൊക്കെയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ഒരു ആ ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങൾക്ക് കുറേ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെന്തൊക്കെ വരും എന്നുള്ളതാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഗിൽറ്റഡ് മാർക്കറ്റ്, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IFCI, ICI, SIDBI, IIB, SFC, UTI, LIC, GIC എന്നിവയുടെയൊക്കെ ഷെയർസുകളൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് അവിടെ വരുന്നത് ഷെയർസ്, ബോണ്ടുകൾ, ഡിബഞ്ചേഴ്സ്, അതും പ്രത്യേകിച്ച് ടേം ഫണ്ട്, മീഡിയം ആൻഡ് ടേം ഫണ്ടിലേക്കുള്ള ഷെയർസും ഇതൊക്കെ ആയിരിക്കും അവിടെ പ്രത്യേകിച്ച് ഡീൽ ചെയ്യുക. അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എന്താ ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. ഷെയർ, ഡിബഞ്ചർ, ബോണ്ട്സ്, ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, മറ്റുള്ള ഡെറ്റ് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഏതൊരു ഇൻസ്ട്രുമെൻസും അവിടെ പ്രധാനമായിട്ടും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വേരിയസ് കാറ്റഗറീസ് ഓഫ് DFI. DFI എന്ന് പറയുന്നത് DFHI ഉണ്ട്, മാറിപ്പോരുത്. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പേജ് നമ്പർ 63 ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. DFI പേജ് നമ്പർ 63 ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വേരിയസ് കാറ്റഗറീസ്. ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്? ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഓൺട്രപ്രണേഴ്സിന് അസിസ്റ്റൻസ് കൊടുക്കുക. 2 കാറ്റഗറിയായി പറയുന്നുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സ്റ്റേറ്റ് ലെവലിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്നുണ്ട്.
ഇനി DFIനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ടേം ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെക്ടറായിട്ട് സ്പെസിഫിക് ആയി പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇവിടെ നമ്മൾ എസ്എ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മുടെ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ആകെ എസ്എ, ശരിക്കും നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത ഒരു പാർട്ടെന്നാണ് ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 27ാമത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒറിജിനേഷനും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ലിസ്റ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതിന് ശേഷം ട്രേഡിംഗ് മെക്കാനിസം പറഞ്ഞ പേജ് നമ്പർ 104 സെക്കൻഡറി മാർക്കറ്റിൽ പറയുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് സിസ്റ്റം, കോട്ട ഡ്രിവൺ സിസ്റ്റം, അതേപോലെ മെത്തേഡ്, എങ്ങനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്തുന്ന മെത്തേഡ്. മാനുവൽ ട്രേഡിംഗ് ഉണ്ട്, അതിന് ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുക ആൻഡ് അവരുമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, ബെസ്റ്റ് ഓർഡർ മാർക്കറ്റ് ഓർഡർ ഏതാണെന്നുള്ളത് നോക്കുക, ലിമിറ്റ് ഓർഡർ ഉണ്ടാവും, ഇൻ്റർമീഡിയറ്റ് ക്യാൻസൽ ഓർഡർ ഉണ്ടാവും, ഡിസ്ക്രിഷണറി ഓർഡർ ഉണ്ടായിരിക്കും, ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പിന്നെ ഓപ്പൺ ഓർഡർ ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഡേ ഓർഡർ, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓർഡേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യാം. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പോയിന്റ്. പിന്നെ കോൺട്രാക്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. പിന്നെ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പം അവിടെ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യുക. സ്പോട്ട് ഡെലിവറി സെറ്റിൽമെൻറ്റ് വരുന്നുണ്ട്, ഹാൻഡ് ഡെലിവറി സെറ്റിൽമെൻറ്റ് ഉണ്ട്, പിന്നെ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് ഉണ്ട്, സ്പെസിഫൈഡ് ഡെലിവറി സെറ്റിൽമെൻറ്റ് വരും, T+2 സെറ്റിൽമെൻറ്റുകളുണ്ട്, ആൻഡ് ക്ലിയറിംഗ് പ്രൊസീജിയേഴ്സ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലിയർ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. ഏകദേശം ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ ആ ഒരു പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരു ടഫ് പേപ്പർ തന്നെയായിരുന്നു. കാരണം ഒരുപാട് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. പിന്നെ പുതിയ കുറച്ച് ടേമുകളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ ടെക്സ്റ്റിലത്തെ തിയറികൾ നന്നായിട്ട് പഠിച്ചോളുക. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഇല്ലാത്തതാണ് ചോദിക്കുന്നതെങ്കിൽ മാർക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടും. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ വീണ്ടും പറഞ്ഞ് സമയം കളഞ്ഞിട്ടില്ല. റിപ്പീറ്റഡ് ആണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക, പഠിക്കുക, മനസ്സിലാക്കുക. ഓൾറെഡി വീഡിയോ കണ്ടവർക്ക് എന്തായാലും ഇത് മനസ്സിലായിട്ടുണ്ടാവും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണെന്നുള്ളത്. അവർ ഓൾറെഡി പഠിച്ചും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഇതോട് കൂടിയിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയിട്ട് ഞാൻ തരാം എന്തായാലും. അപ്പോൾ ആ രീതിയിൽ ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ നോക്കിക്കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്